ഹലോ LCHF, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പനീർ ടിക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഓവനൊന്നും ഇല്ലാതെ തന്നെ തവയിൽ ഇത് ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ മെയിൻ മസാല തന്നെയാണ്. ഈ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. തവയിൽ 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. 2 രീതിയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് സ്വീകരിക്കാം. നല്ല പ്രോട്ടീനും ഫാറ്റും കിട്ടാൻ ഇത് വളരെ സഹായിക്കും. സാധാരണ ഒരാൾക്ക് 100 ഗ്രാം വരെ ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പനീർ ടിക്കയ്ക്ക് വേണ്ടി 3 സ്പൂൺ ബീഫ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബദാം പൊടിയോ വാൾനട്ട് പൊടിയോ ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അജ്വൈൻ സീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കസൂരി മേത്തി 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ട് പിന്നെ 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ റെഡ് ചില്ലി പേസ്റ്റ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, ഉപ്പ്, 1 സ്പൂണ് തൈര്, പിന്നെ ബെൽ പെപ്പർ 3 നിറത്തിലുള്ളതും, പിന്നെ ഒരു 4 കഷ്ണം സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം പനീറാണ്. പിന്നെ സ്ക്യൂർ വേണം. ആദ്യം നമുക്ക് കടലപ്പൊടിയും അജ്വൈൻ സീഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി കടലപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് നിറം മാറി വരുന്നുണ്ട്. ഈ അജ്വൈൻ സീഡ് കൂടി വറുത്തെടുക്കാം. ഇതിപ്പോൾ റോസ്റ്റായ നിറവും മണവും ഒക്കെ വന്ന് ഇത്രയും മതി. ഈ വറുത്തെടുത്തത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടാറി വരുമ്പോഴേക്ക് പനീർ കട്ട് ചെയ്യാം. 3/4 മുതൽ 1 ഇഞ്ച് വരെ നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ടിക്ക മസാല തയ്യാറാക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. പനീറിൽ ഉപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി എണ്ണ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത്, പിന്നെ കസൂരി മേത്തി ചേർത്ത്, തൈരും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. ഇപ്പം നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നിങ്ങളിൽ ഷുഗറുള്ള ആളുകളാണെങ്കിൽ കടലപ്പൊടി എടുക്കണ്ട, കുറച്ചുകൂടി കൂടുതൽ തൈര് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് മിക്സ് ചെയ്യാം. പനീർ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ വേണം ചെയ്യാൻ, അതിനും അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പതുക്കെ ഈ മാവൊന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഈ സ്പാച്ചില നല്ലൊരു സഹായമാണ്. അപ്പോൾ ഇത് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ മാരിനേഷൻ കഴിഞ്ഞു. പനീറിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് ടിക്ക മസാല പുരണ്ടിട്ടിരിക്കുന്നുണ്ട്. 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം ബാംബൂ സ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ അത് കഴുകി വെക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ഉലർന്ന് കിട്ടും. വളഞ്ഞ കൊള്ളികളുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് നമ്മളിതിൽ പനീർ കോർത്തെടുക്കാൻ പോവുകയാണ്. അപ്പം വളഞ്ഞ കൊള്ളികളുണ്ടെങ്കിൽ പനീർ പൊട്ടിപ്പോകും. അല്ലെങ്കിൽ പിന്നെ ഒറ്റ കൊള്ളിയിൽ മാത്രം കോർത്തെടുക്കണം. അങ്ങനെ ആകുമ്പം പിന്നെ അധികം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറയും.
അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിത് ഈ ബാംബൂ സ്റ്റിക്കിലൊന്ന് കോർത്തെടുക്കാം. ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുക. എന്നിട്ട് ഒരു പനീർ കഷ്ണം, പിന്നെ ഒരു ബെൽ പെപ്പർ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇതിൽ കോർത്തെടുക്കാം. രണ്ട് സ്ക്യൂറിൽ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഒരു 250 ഡിഗ്രിയിൽ 10-15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പനീർ ടിക്ക ഞാൻ 2 തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ രീതിയാണിത്. പതുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ആയത് ഞാൻ പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ 4 ഭാഗവും മാറി മാറി മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു. എന്നാലും ചെറിയ ചില ഭാഗങ്ങൾ തവയിൽ തട്ടാത്ത ഭാഗം ശരിക്കും മൊരിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ സ്ക്യൂറിൽ കോർക്കാതെ ആദ്യം പനീർ കഷ്ണങ്ങൾ മാത്രം തവയിൽ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ വെജിറ്റബിൾസ് കൂടി ചേർത്ത് സ്ക്യൂറിൽ കോർത്തെടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നിയത് രണ്ടാമത് ചെയ്ത രീതിയാണ്. എല്ലാം പാനിലിട്ട് കഴിഞ്ഞാൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഓരോ ഭാഗം നമുക്ക് മറിച്ചിടാം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ കൂടി മറിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ചെയ്ത ഓരോന്ന് ഞാനൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സ്ക്യൂറിൽ കോർക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്തതിനെയും ബെൽ പെപ്പറിനെയും നമുക്കൊരു സ്ക്യൂറിൽ കോർക്കാം. ഇവിടെ ഞാൻ നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ബെൽ പെപ്പറും ഓണിയനും ഒന്നും മസാല പുരട്ടിയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല. അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ ആ പച്ചക്കറിയിലൂടി ടിക്കയുടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ പനീർ ടിക്ക തവ ഫ്രൈ ഇവിടെ റെഡിയായി.
ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ നല്ലത് പുതിനയില ചട്നിയാണ്. പിന്നെ നിങ്ങൾക്ക് അതിനോട് കൂടി സലാഡ് എന്തെങ്കിലും കൂടുതലായിട്ട് കഴിക്കാം. ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം പരീക്ഷിച്ച് നോക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ LCHFക്കാർക്ക് ഉച്ചക്കോ രാത്രിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് പറ്റിയൊരു മീലാണിത്. ഈ വീഡിയോ നിങ്ങൾക്കൊരു സഹായമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.